ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം അരുത്. കാരണം ഇത്. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ശിവക്ഷേത്രത്തിലെ ഓവ് മുറിച്ച് കടക്കരുത്. പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് 3/4 ഭാഗം വരെ മാത്രം. പിന്നീട് അപ്രദക്ഷിണമായി നടന്നാണ് 1/4 ഭാഗം പൂർത്തിയാക്കുക. പ്രദക്ഷിണത്തിൽ എപ്പോഴും തർക്കവിതർക്കങ്ങൾക്ക് ഇടയാക്കുന്നതാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം. ഇതിന് സവ്യാപസവ്യം എന്നാണ് പറയുക. സവ്യം എന്നാൽ പ്രദക്ഷിണവും അപസവ്യം എന്നാൽ അപ്രദക്ഷിണവും. ആദ്യം പ്രദക്ഷിണമായി നടന്ന് പിന്നീട് അപ്രദക്ഷിണമായി പൂർത്തിയാക്കുക എന്നതാണ് ശിവക്ഷേത്ര പ്രദക്ഷിണ ശാസ്ത്രം. ദർശനത്തിന് ശേഷം ഭക്തർ നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കല്ലിന് സമീപം വന്ന് ഭാവേന നമസ്കരിക്കണം. നമസ്കാരത്തിന് ശേഷം നടയിൽ വന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിക്കണം. വലതു കൈയിനെ ഇടതു കൈ കൊണ്ട് പിടിച്ച് തീർത്ഥം സ്വീകരിച്ച് അല്പം സേവിക്കുകയും ബാക്കി തലയിലും ശരീരത്തിലും തളിക്കുകയും വേണം. തീർത്ഥം സർവ്വപാപനാശകരിയാണ്. പൂവും ചന്ദനവും ഈശ്വരന് സമർപ്പിച്ചതാകിയാൽ ദൈവിക ചൈതന്യം ഉൾക്കൊള്ളുന്നതാണ്.